ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഇന്ന് റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മാറ്റ് ആൻഡ് മാറ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മുബി OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് ഡ്രാമ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഹിന്ദി മൂവിയാണ്. നെക്സ്റ്റ് പ്ലീസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ യൂട്യൂബ് വഴിയാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സാലെ ആഷിഖ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സോണി ലീവ് വഴി ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് ഇന്ന് ഈ 3 സിനിമകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റിൽ നോക്കാം. മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ഇന്നലെ 2 ദിവസം മുമ്പേ തന്നെ വന്നിരുന്നു. അപ്പോൾ ഫെബ്രുവരി മാസം 14-ാം തീയതി മാർക്കോ എന്ന് പറയുന്ന സിനിമ സോണി ലീവ് വഴി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്തത് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ എന്ന് റിലീസ് ചെയ്യുന്നതായിരിക്കും ചോദിക്കുക. കാരണം എന്ന് വെച്ചാൽ സോണി ലീവിലാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമയുടെയും OTT റിലീസ് ഉള്ളത്. അപ്പം ഇപ്പോഴും തിയേറ്ററുകളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ. ഈ വർഷത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് മൂവിയാണ് രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ സോണി ലീവിൽ മാർക്കോ റിലീസ് ചെയ്ത് ഫെബ്രുവരി മാസം 14-ാം തീയതി മാർക്കോ റിലീസ് ചെയ്തതിന് ശേഷം മാർച്ച് മാസത്തിലൊക്കെ ആണ് ഈ ഒരു സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ്. രേഖാചിത്രം എന്ന് പറഞ്ഞ സിനിമ മാർച്ച് മാസത്തിലെ OTT റിലീസ് ഉണ്ടാവുള്ളൂ. അടുത്തൊരു സീരീസാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞൊരു മലയാള സീരീസാണ്. ഒരു കോമഡി ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരു സീരീസാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്തു നിന്നുള്ള സീരീസാണ്. ഇതിനു മുമ്പേ തന്നെ ഒരു കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. നീരജ് മാധവനും ഗൗരി കിഷനും അജു വർഗീസും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സീരീസാണ്. അപ്പോൾ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്തു നിന്നും എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു അടുത്ത അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫെബ്രുവരി മാസത്തിലെ ഈ ഒരു സീരീസിന്റെ റിലീസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്തൊരു സീരീസ് തന്നെയാണ് സ്ക്വിഡ് ഗെയിം എന്ന് പറഞ്ഞ സീരീസിന്റെ സെക്കൻഡ് സീസൺ പിന്നെ കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയിരുന്നു. അപ്പം അടുത്ത സീസൺ, അതായത് ഈ സീരീസിന്റെ 3-ാമത്തെ സീസൺ, അതായത് ഫൈനൽ സീസൺ ഫിനാലെ ജൂൺ മാസം 27-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് വിടുതലൈ പാർട്ട് 2 എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിൽ ഈ സിനിമ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തതായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ എക്സ്റ്റെൻഡ് കട്ട് വേർഷൻ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഏകദേശം 3.5 മണിക്കൂറിന് മുകളിൽ ദൈർഘ്യം വരുന്ന ഒരു പിന്നെ വേർഷനാണ് ഇത്. ആമസോൺ പ്രൈമിൽ ഈ മാസം തന്നെ വരുന്നതാണെന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മുടെ മമ്മൂക്കയുടെ വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമയുടെ 4K റീമാസ്റ്റേർഡ് വേർഷൻ OTT അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിരുന്നു. OTT വേർഷൻ പിന്നെ എന്താ പറയുക 4K റീമാസ്റ്റേർഡ് വേർഷൻ തിയേറ്റർ റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമ 4K റീമാസ്റ്റേർഡ് വേർഷൻ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. മനോരമ മാക്സ് വഴി ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഡയറക്റ്റ് OTT റിലീസാണ്. തമിഴ് സിനിമയാണ്. ടെസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നയൻതാര, മാധവൻ, സിദ്ധാർത്ഥ്, മീര ജാസ്മിൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഫെബ്രുവരി മാസം 3-ാം തീയതി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.